ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത്. പ്ലാന്റിൻ്റെ പേര് ടർട്ടിൽ വൈൻ എന്നാണ്. അപ്പം നമ്മുടെ ചെറിയ പോട്ടുകളിലൊക്കെ കുറേശ്ശെയൊക്കെ ടർട്ടിൽ വൈൻ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലൊരു പോട്ടിലേക്ക് ആക്കി ഒന്ന് സെറ്റാക്കി എടുക്കാനാണ് നോക്കുന്നത്. അപ്പം വേനൽക്കാലത്ത് നമുക്ക് ഇത് നനയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ കുറേ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. മഴക്കാലത്തൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ഗ്രോത്തായി കിട്ടുന്ന ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ടർട്ടിൽ വൈൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2-3 വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ചെടികളാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ബിഗോണിയ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെലോഷ്യ പ്ലാന്റുകളാണ്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ സെലോഷ്യ എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ്. നല്ല ലെങ്തി ആയിട്ട് പോയതുകൊണ്ട് അതേപോലെ നമ്മൾ നട്ടിട്ട് കുറച്ചായിട്ട് പുളി കാണുന്നതൊക്കെ അത്യാവശ്യം ബുഷ് ചെയ്ത് മാറിയിട്ടുണ്ട്. മഴക്കാലത്താണ് ഈ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇത് ഫിലോഡെൻഡ്രോൺ, ഹാങ്ങിങ് പോട്ടിലെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ബ്രസീലിയൻ ഫിലോഡെൻഡ്രോൺ. ഹാങ്ങിങ് പോട്ടിലെ ബിഗോണിയ ചെടികളാണ്. ബിഗോണിയയുടെ വെറൈറ്റികൾ റക്സ് ബിഗോണിയ വെറൈറ്റികളാണൊക്കെ എല്ലാം ഹാങ്ങിങ്ങിൽ വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റിയാണ്, ബിഗോണിയ തന്നെയാണ്. ഇതിൻ്റെ പൂക്കൾ കുറച്ചുകൂടി വലിയ പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ ഓർക്കിഡ് ചെടിയിലൊക്കെ വിരിയുന്ന പൂക്കളെ പോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും. നല്ല വലുപ്പമുള്ള ലീഫുകളാണെങ്കിൽ ഈ ഒരു ചെറിയൊരു പോട്ടിലാണ് ഇത്രയും വലിയ ലീഫുകളൊക്കെ ആയിട്ട് ഈ ഒരു ബിഗോണിയ വളർന്നു വന്നിട്ടുള്ളത്. ഇതിലും വലിയ ലീഫുകൾ ഉണ്ടാകുന്ന ബിഗോണിയ ചെടികളുണ്ട്. അപ്പോൾ പല വെറൈറ്റി ആയിട്ട് നമുക്ക് ലീഫുകൾ കിട്ടുന്ന ഈ ഒരു വെറൈറ്റി നമ്മളെ ഹാങ്ങിങ് പോട്ടിലൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റികളാണ് ഈ മണി പ്ലാന്റുകൾ. മണി പ്ലാന്റുകൾ തന്നെ നമുക്ക് പല വെറൈറ്റി പോത്തോസ് വെറൈറ്റികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഹാങ്ങിങ് പോട്ടുകൾ പല തരത്തിലുള്ള ഹാങ്ങിങ് പോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത മണി പ്ലാന്റുകളാണ്. എൻജോയ് പോത്തോസ്, അതേപോലെ ഗോൾഡൻ മണി പ്ലാന്റ് ഒക്കെ നമ്മളതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെങ്തി ആയിട്ട് വരുന്നതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബുഷായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ടർട്ടിൽ വൈനിൻ്റെ എങ്ങനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് കട്ടിങ്ങുകൾ എടുക്കുകയാണ്. ടർട്ടിൽ വൈന് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ വള്ളികൾ കട്ട് ചെയ്തിട്ട് നട്ട് കൊടുത്താൽ മതി. ഇതിനെ കുറച്ച് ഇതേപോലത്തെ വള്ളികൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോട്ട് അത്യാവശ്യം വലിപ്പമുള്ള പോട്ടാണ്. ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ ഈ ചെടി വെച്ചതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ മണ്ണും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ മുഴുവനായിട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഒന്ന് മണ്ണിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പുതിയ തൈകൾ നിന്ന് വന്നോളും. ഇതെന്തോ വിശേഷപ്പെട്ട സാധാരണ കരുതി നോക്കുകയാണ് പൂച്ച. ഭാഗത്ത് നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പോസ്റ്റ് വെച്ചിട്ട് അതിലേക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ടർട്ടിൽ വൈൻ തന്നെയാണ്. നമ്മൾ ഡാൻസിങ് ഗേൾ ഓർക്കിഡിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. മരത്തിന് മുകളിൽ പറ്റി പടർന്ന് കുറച്ച് ടർട്ടിൽ വൈനുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത് ഒരു പോസ്റ്റ് വെച്ച് അതിലേക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.